ഞമ്മക്കിപ്പൊ തോന്നുകയാണ് ഈ ഭൂമി നിറച്ച് പോയാണെങ്കിൽ എത്ര നന്നേനോന്ന്. അല്ല, എന്നാ പിന്നെ ഈ ബസ് കൂലിയും ബസ് സമരം ഒന്നും പേടിക്കണ്ടല്ലോ, അല്ലേ സുന്ദര? ബസ്സുകാർക്ക് എന്നും നഷ്ടമില്ലാത്തത് ഞമ്മക്ക് മാത്ര. നീളത്തിൽ ബസ് വാങ്ങിയിടുമ്പോ നഷ്ടം ഉണ്ടാവോ? ഒക്കെ ഒരു കളിയാന്നും. ബസ്സുകാരും ഭരിക്കണവരും തമ്മിലുള്ള കളി. ആ താമസിയാതെ ഈ പുഴയും റോഡാവും. അന്നെ റേഷൻ പീടിയക്കാരൻ സുമാരൻ ചോദിച്ചീനല്ലോ, ഈ വല്ല കായും കൊടുക്കാനുണ്ടോന്? എടാ മോനെ, കായ കൊടുക്കാനുള്ളപ്പോ ആളെ കാണുമ്പോ ഇങ്ങനെ ഒളിച്ച് നടക്കല്ല വേണ്ടത്. അതൊന്നും നല്ല കുട്ടിയൊക്കെ പറഞ്ഞതല്ല. ഉമ്മ, കാശ് കൊടുക്കാനുള്ള ഒരു ചീത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങള് ഒരു ചീത്ത കുട്ടിയാവും. എന്തേ? ഞമ്മളാർക്കും കായൊന്നും കൊടുക്കാനില്ല. അതല്ലാന്നും ഇന്നിവിടെ പെറ്റു വീഴുന്ന കുട്ടികളൊക്കെ 100-200 റുപ്യക്ക് കടക്കാരായിട്ടാ. എങ്ങനെ? നമ്മുടെ രാജ്യം ഏതാണ്ടൊക്കെ ബാങ്കിൽ നിന്ന് കടവെടുത്ത് കൊളാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് മുസ്തഫ ആ ബാങ്കിന്റെ പേര്? ലോകബാങ്ക്. അല്ല, ഇത് നമ്മളൊരു പുതിയ അറിവാണല്ലോ. എന്തിനെന്ന് ചോദിച്ചാ സ്വയം തൊഴിൽ കണ്ടെത്തി മാന്യമായി ജീവിക്കാനല്ല, ആഡംബരം നിറഞ്ഞ ജീവിതത്തിനോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തിക്ക്. ഇങ്ങനെ പോയാ അവരൊന്നുകൂടി ഇങ്ങോട്ട് വരും. ആര്? വെള്ളക്കാര്. അപ്പോ പിന്നെ പണ്ടത്തെ പോലെ ഉപ്പും പഞ്ചാരിയൊന്നും വില പോകില്ല എന്റെ കുഞ്ഞാത്തുമ്മ. ആ സുകുമാരൻ വന്ന് ആളുകളെ മുമ്പിൽ നിർത്തിയിട്ട് തൊള്ളേ കൊള്ളാത്ത ഭർത്താനൊക്കെ പറയുമ്പോ ഇങ്ങനെ പറഞ്ഞാലൊക്കുക? ഞമ്മക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കണം. അതാണ് അതിന്റെ നിയമം. ഉമ്മയ്ക്കറിയാലോ, ഉപ്പ മരിച്ചു പോകുമ്പോ മുന്നിലിട്ട് പോയത് 3-4 പെങ്ങന്മാരെയാ. കഷ്ടപ്പെട്ട് ഓരോന്നിനും പടിയിറക്കി. ഒന്ന് നടു നിവർത്താൻ നേരമില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഉപ്പാന്റെ കബർസ്ഥാനിൽ പോയി ഞാൻ ഒന്നേ തേടാറുള്ളൂ, എന്റെ സുലുവിന്റെ കാര്യം. ഇതൊന്നും മിണ്ടാണ്ടിരിക്കന്റെ മോനെ. ഇന്റെ കുഞ്ഞോനോട് പറഞ്ഞ് അന്റെ ഭസ്മത്തിലുള്ള ബയ്യൊക്കെ ഞമ്മള് കാങ്ങുന്നുണ്ട്. കായുകൊണ്ട് കായുണ്ടാക്കുന്ന കാലാണിത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരും മനുഷ്യന്മാരെ സഹായിക്കണ കാലൊക്കെ കഴിഞ്ഞിക്കണ്. എന്നാലും അന്നെ ഞമ്മള് സഹായിക്കും. കായി എന്ന് പറഞ്ഞാൽ അതിനുള്ളതാ. ഒന്നുമില്ലെങ്കിൽ ഞമ്മളെ കാന്തിന്റെ മോന്തില്ലടാ അതിന്റെ മോത്ത്. ഉള്ളവരൊക്കെ അവരുടെ മക്കളെ പൊന്നിന്റെ കിരീടണിച്ച് പറഞ്ഞേക്കുമ്പോ ഇല്ലാത്തവൻ കിടന്ന് നീന്തുക. മോനെ, പ്രവാചക തിരുമേനി മോള് ഫാത്തിമേനെ പറഞ്ഞയക്കുമ്പോ കൊടുത്ത എന്താണെന്ന് എനിക്ക് പൊടിയുണ്ടോ? ഒരു കരിമ്പടാണ്. എന്തേ? പ്രവാചക തിരുമേനിക്ക് കൈവില്ലായിട്ടാ? അല്ല, ഈ ഭൂമിയിൽ വന്നു പോണ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അതിന് കഴിഞ്ഞില്ലേലും കഴിയാത്ത മനുഷ്യന്മാർക്ക് വേദനിക്കൂലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് വെച്ചിട്ടാണ് തിരുമേനി അങ്ങനെ ചെയ്തത്. ഇന്നിപ്പ അതിന്റെ പേരിൽ കാട്ടി കൂട്ടുന്ന കോലങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? നുണത്തം വരും. മനുഷ്യന്മാരെ അറുത്ത് ബിരിയാണി വെക്കാത്തത് എന്താണാവോ? ഒക്കെ മാറും. എന്റെ കുഞ്ഞോന്റെ ബാക്കിൽ പറയുകയാണെങ്കിണ്ടല്ലോ, വെറും ഒരു പ്രളയം. എന്തായി കുഞ്ഞോന്റെ കാര്യങ്ങളൊക്കെ? ഞാൻ കേട്ടിരുന്നു. ഇങ്ങനെ തിരയാണ് മോനെ. ചെല്ലണതൊക്കെ ഉണ്ടല്ലോ വലിയ വീട്ടുകാരാണ്. ഓനാണെങ്കിലോ ഒന്നും ഇഷ്ടമല്ല. അല്ല, ഞാനും എന്റെ ഭാഗത്താണ്. അല്ല, 10-100 വാങ്ങിയിട്ട് ഇവിടെ ആരും ജീവിതം കൊടുക്കൊന്നല്ലല്ലോ. തൊലക്കാന്നാ കേക്കണത്. നാക്കിന് 40 വട്ടം ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞ് നടക്കുന്ന പ്രമാണിമാരുണ്ടല്ലോ. സ്വന്തം കാര്യം വരുമ്പോ ഇങ്ങനെ ഭാര്യയാണ്, ഭാര്യ കൂട്ടുകയാണ്, എന്നിട്ട് വീട്ടാണ് കടം. ഞമ്മക്ക് അതൊന്നും തേക്കൂല മോനെ, തേക്കൂല. എന്താണത്? വളയാ. പെണ്ണ് കൊറേയായി പറയണത്. ആര്? സുലുവോ? എവിടെ നോക്കട്ടെ. ആ,
ഇതൊക്കെ ചേരും. നല്ല ചേലുണ്ടാവും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. അല്ല, ഈ വള ഞമ്മക്ക് തരുന്നോ? എന്തേ സുന്ദര? കൊടുക്കന്റെ മുസ്തഫ. കുഞ്ഞാത്തുമ്മ ചോദിച്ചൊരു മുതല് ആറ്റി തൂക്കാനാവില്ല, ആശിച്ചു മാറിൽ വെക്കാനാവും.